എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നത്. അപ്പോൾ തേണ്ടേ നമ്മൾ ഇന്നൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ. ചെമ്മീനാണ് എടുത്ത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ നൂലൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2-3 കൊച്ചുള്ളിയും 2-3 പച്ചമുളകും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മരിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പം ചെമ്മീൻ ഇതിൻ്റെ കൂടെ മാങ്ങയിട്ട് കറി വെച്ചാലും നല്ലതാണ്. ഞാൻ പക്ഷേ ഇപ്പോൾ ഇതിലേക്ക് പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതപ്പോൾ അരപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് തേങ്ങായും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവുള്ള മുളക് പൊടി ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പം മല്ലിപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഞാൻ പക്ഷേ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് അരച്ചെടുക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്ന കറിയാണ്. ഞാൻ ഇതുപോലുള്ള എളുപ്പപ്പണികളാണ് കൊടുക്കുന്നത്. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയൊന്നും വഴറ്റാൻ നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി അരിഞ്ഞിട്ട് കൊടുത്താൽ തക്കാളി ചേർത്ത് കൊടുത്താലും നല്ലതാണ് ഈ കറിയുടെ കൂടെ. അതുപോലെ തന്നെ മുരിങ്ങക്കായും ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ളതൊന്നും ഇടുന്നതിനോട് ഇവിടെ ആർക്കും താല്പര്യമില്ല. അതുകൊണ്ടാണ്. പക്ഷേ എനിക്കിഷ്ടമാണ് മുരിങ്ങക്കായും ചെമ്മീനും ഇവിടെയൊക്കെ കറി വെക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ചേട്ടനൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം കുടംപുളിക്ക് വരെ മാങ്ങയാണ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുടംപുളിയാണ് പ്രത്യേകിച്ച് എല്ലാ കറികൾക്കും യൂസ് ചെയ്യുന്നത്. മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ മാങ്ങ ഞാൻ തന്നെ കൊടുത്തിരിക്കണം. കാരണം ഞാൻ മാങ്ങ കൂടുതൽ ഉപയോഗിക്കാറില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് കൂട്ടണമെന്ന് തോന്നുന്നു മാത്രമാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ നമ്മളുടെ കറി ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ വേണ്ട ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചക്കറി വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഉപ്പിടാനായിട്ട് മറന്നുപോയി. ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് ആദ്യം മൂടി വെച്ചതിന് ശേഷമാണ് ഞാൻ ഉപ്പിടുന്ന കാര്യം ഓർത്തത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നുകൂടെ മൂടി തുറന്ന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. തിളച്ച് വരുന്ന സമയത്ത് ഒഴിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ടിരുന്ന് ചെറുതിയിലിരുന്ന് പറ്റി വരണം. അപ്പോഴാണ് നമ്മുടെ കറി നല്ല ടേസ്റ്റ് ആവുന്നത്. പറ്റി ചാറെല്ലാം കുറുകി എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേന് നമ്മുടെ കറി ഓക്കെ ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒന്നുകൂടെ മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുവാണേ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ കറി നന്നായിട്ട് പറ്റി വരുവേ. അപ്പോൾ അതേണ്ട നമ്മുടെ കറി അടിപൊളിയായിട്ട് പറ്റി തേണ്ട തിളയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടില്ലാത്തൊരു തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം. കടുക് വറുത്തുണ്ടാക്കുന്നതിന് നല്ലതാണ് ഇങ്ങനെ പറ്റിച്ചെടുത്ത്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ കറിയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.